ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാനപരമായ ശ്രമങ്ങളാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് സെലൻസ്കി. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് നിരീക്ഷിക്കാൻ മന്ത്രിതല സമിതി രൂപീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടയ്ക്കാൻ സംവിധാനമൊരുങ്ങുന്നതായി മന്ത്രി വീണ ജോർജ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബംഗളൂരു FCയോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം പൂർത്തിയായി. സന്ദർശനം ചരിത്രപരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സമാധാനപരമായ ശ്രമങ്ങളാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. ഗാന്ധിജി നൽകിയ സമാധാനത്തിന്റെ സന്ദേശം സമകാലിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ മാർഗമൊരുക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ വ്യാപാര ബന്ധം, കൃഷി, പ്രതിരോധം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു. യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിക്കൊപ്പം അദ്ദേഹം കീവിലെ ദേശീയ ചരിത്ര മ്യൂസിയത്തിൽ രക്തസാക്ഷികളായ കുട്ടികളെക്കുറിച്ചുള്ള പ്രദർശനം വീക്ഷിച്ചു. സംഘർഷത്തിൽ കുരുന്നു ജീവനുകൾ പൊലിഞ്ഞതിൽ ദുഃഖം രേഖപ്പെടുത്തിയ ശ്രീ മോദി കുട്ടികളുടെ ഓർമ്മകളോടുള്ള ആദരസൂചകമായി കളിപ്പാട്ടവും സമർപ്പിച്ചു. കീവിലെ മഹാത്മാഗാന്ധി പ്രതിമയിലും അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. അമേരിക്കൻ സന്ദർശനം തുടരുന്ന രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വാഷിംഗ്ടൺ DC-യിലെ പെന്റഗണിലായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം, വ്യാവസായിക സഹകരണം, പ്രാദേശിക സുരക്ഷ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി. ക്വാഡ് സംരംഭമായ ഇൻഡോ പസഫിക് നാവിക സേനാധിപത്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ഇന്ത്യയുടെ നിരന്തരമായ ശ്രമങ്ങളെയും കൈവരിച്ച പുരോഗതിയെയും ഇരു മന്ത്രിമാരും അഭിനന്ദിച്ചു. 2040 ഒരു ഇന്ത്യക്കാരൻ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കമ്മീഷൻ ചെയ്യുന്നതും 2040 ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങുന്നതും ഉൾപ്പെടുന്ന സ്പേസ് വിഷൻ 2047 രൂപരേഖ കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെത്തി. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇന്ന് നടക്കുന്ന യോഗങ്ങളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. റായ്പൂർ ജില്ലയിലെ ചമ്പാരൻ പട്ടണത്തിലുള്ള മഹാപ്രഭു വല്ലഭാചാര്യയുടെ ആശ്രമത്തിലും അദ്ദേഹം സന്ദർശനം നടത്തും. തുടർന്ന് അന്തർ സംസ്ഥാന ഏകോപനവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുടെയും പോലീസ് മേധാവിമാരുടെയും യോഗത്തിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. നാളെ റായ്പൂരിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടി, സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിപുലീകരണ യോഗം എന്നിവയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്നിഹിതനാകും. വികസിത രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യവും ഉയർന്ന പണപ്പെരുപ്പവും നേരിടുമ്പോൾ ഇന്ത്യ ഇന്ന് ലോകത്ത് വിലമതിക്കാനാവാത്ത സ്ഥാനത്താണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ച ഇരട്ട അക്കത്തിൽ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും മുംബൈയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവെ അദ്ദേഹം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ യുദ്ധങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും കയറ്റുമതിയും വളരുകയാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക അഭിവൃദ്ധിയും ഡിമാൻഡും സൂചിപ്പിക്കുന്ന ഇറക്കുമതിയും വളരുന്നുണ്ടെന്നും ഇത് നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും കർഷകരുടെ തലത്തിൽ തന്നെ കീടനാശിനികൾ നിയന്ത്രിക്കുന്നതിനുമുള്ള നയങ്ങൾ വികസിപ്പിക്കാൻ മന്ത്രിതല സമിതി രൂപീകരിക്കണമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര ഉപദേശക സമിതിയുടെ 44ാമത് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് FSSAI CEO ജി കമലവർദ്ധന റാവുവാണ് ഇക്കാര്യം പറഞ്ഞത്.
കാർഷിക രീതികൾ സുരക്ഷിതവും സുസ്ഥിരവുമായി തുടരുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്ഷണത്തിലെ കീടനാശിനികളുടെ അവശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഇത് ഉപഭോക്താക്കളെ സംരക്ഷിക്കും. ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് എന്ന മൊബൈൽ ലാബുകൾ വിന്യസിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന സ്ഥലങ്ങൾ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും ശ്രീ റാവു പറഞ്ഞു. ഉപഭോക്തൃ അവബോധം വളർത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഈ മൊബൈൽ ലാബുകൾ സഹായകരമാകുമെന്നും FSSAI CEO അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലെ 900-ലധികം കുടുംബങ്ങൾ താൽക്കാലിക വീടുകളിലേക്ക് മാറി. ഇനി ക്യാമ്പിൽ 16 കുടുംബങ്ങളാണ് ഉള്ളത്. ഈ മാസം 27-നകം പുനരധിവാസം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. താൽക്കാലിക വീടുകളിലേക്ക് മാറിയ കുടുംബങ്ങൾക്ക് 6000 രൂപ വീതം സർക്കാർ വാടക ഇനത്തിൽ നൽകും. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നതായി മന്ത്രി വീണ ജോർജ്. POS മെഷീൻ വഴിയാണ് ഡിജിറ്റലായി പണം അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ള താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI മുതലായവ വഴി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആദ്യഘട്ടമായി ഹെൽത്ത് നടപ്പിലാക്കിയ 63 ആശുപത്രികളിലാണ് ഈ സംവിധാനം ഒരുക്കുകയെന്ന് മന്ത്രി പറഞ്ഞു. കോൺവക്കേഷൻ ചടങ്ങുകൾക്കായി പുതിയ ഡ്രസ് കോഡ് രൂപകൽപ്പന ചെയ്യാൻ എല്ലാ കേന്ദ്ര സർക്കാർ ആശുപത്രികളോടും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോടും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആശുപത്രികളുടെയും മെഡിക്കൽ ടീച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മേധാവികൾക്ക് മന്ത്രാലയം കത്തയച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ പ്രാദേശിക പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കി കോൺവക്കേഷൻ ചടങ്ങിന് അനുയോജ്യമായ ഇന്ത്യൻ ഡ്രസ് കോഡ് രൂപകൽപ്പന ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നിർദ്ദേശം നൽകി. കൊളോണിയൽ പൈതൃകങ്ങളിൽ നിന്ന് വേർപെടുത്തുന്നതിനും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക മുദ്രകൾ ഉൾക്കൊള്ളുന്നതിനുമുള്ള ഒരു ചുവടുവയ്പായി ഈ മാറ്റത്തെ കാണണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലെ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായുള്ള 2021 മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷയിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുള്ളതാണ് ഇത്. മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് പോക്സോ മാർഗനിർദ്ദേശ രേഖകൾ കൂടി ഉൾപ്പെടുത്തിയാണ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ആന്റിബയോട്ടിക്കുകളും വേദന സംഹാരികളും മൾട്ടി വൈറ്റമിനുകളും ഉൾപ്പെടെ 156 മരുന്നുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഇവയുടെ സംയുക്തങ്ങൾ ശരിയായ രീതിയിലുള്ളതല്ലെന്നാണ് കണ്ടെത്തിയത്. ഇവയ്ക്ക് പകരം മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനൽ കാണാതെ പുറത്ത്. ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരു FCയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ബംഗളൂരുവിന്റെ ജയം. മത്സരത്തിന്റെ അധിക സമയത്ത് 95-ാം മിനിറ്റിൽ പെരേര ഡയസ് നേടിയ ഗോളാണ് ബംഗളൂരുവിനെ സെമിയിലെത്തിച്ചത്. ഈ മാസം 27-ന് നടക്കുന്ന സെമിയിൽ ബംഗളൂരു നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ജോർദാനിലെ അമാനിൽ നടക്കുന്ന അണ്ടർ-17 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച ഇന്ത്യൻ വനിതകൾ 5 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവുമടക്കം 8 മെഡലുകളാണ് ഇന്ത്യൻ വനിതകൾ നേടിയത്. 43 കിലോഗ്രാം വിഭാഗത്തിൽ അതിഥി കുമാരി, 57 കിലോഗ്രാം വിഭാഗത്തിൽ നേഹ, 65 കിലോഗ്രാം വിഭാഗത്തിൽ പുൽകിത്, 69 കിലോഗ്രാം വിഭാഗത്തിൽ കാജൽ, 73 കിലോഗ്രാം വിഭാഗത്തിൽ മാനസി ലാത്തർ എന്നിവരാണ് സ്വർണം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം പൂർത്തിയായി. സന്ദർശനം ചരിത്രപരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടൽ നടത്താനാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് നിരീക്ഷിക്കാൻ മന്ത്രിതല സമിതി രൂപീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടയ്ക്കാൻ സംവിധാനം ഒരുങ്ങുന്നതായി മന്ത്രി വീണ ജോർജ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബംഗളൂരു FCയോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.